ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി മോഹൻലാലിനെ കണ്ടുപഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു സിനിമ ഇറക്കുമ്പോൾ സാമാന്യം നല്ല ലെവലിൽ തിയേറ്റർ പിടിക്കാൻ കഴിയില്ലെങ്കിൽ സിനിമ ഇറക്കാൻ പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫാൻസുകാരും ഒരുപാട് എതിരാളികളുമൊക്കെ ഉള്ളിടത്ത് ഇത് ഫാൻസിൻ്റെയോ എതിരാളികളുടെയോ കയ്യിലല്ല. ഇതെന്താണെങ്കിലും സിനിമയിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ടീമും പ്രൊഡക്ഷൻ ടീമിൻ്റെയും ഒക്കെ കയ്യിൽ തന്നെയാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത്. മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ എത്ര മോശം സിനിമകളാണേലും എത്ര പരാജയ സിനിമകളാണേലും ആ സിനിമയ്ക്ക് ലഭിക്കുന്ന തിയേറ്റർ കൗണ്ട് കണ്ടാൽ അതൊന്നും മമ്മൂട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എഴുതി വെക്കാവുന്ന കാര്യം തന്നെയാണ്. എത്ര ഗംഭീര പടം ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ സിനിമകൾക്ക് തിയേറ്റർ കുറവാണ്. പക്ഷേ മോഹൻലാലിൻ്റെ മോശം സിനിമയ്ക്ക് പോലും കിട്ടുന്ന തിയേറ്ററുകൾ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല സിനിമയ്ക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ഇത് പറയുമ്പോൾ ആരാധകർക്ക് നിരാശയുണ്ടാകാം, ദേഷ്യമുണ്ടാകാം. പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല? പറഞ്ഞു വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, ബസൂക്ക എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കടുത്ത ദേഷ്യമുണ്ടാകാം. എന്നാലും സാരമില്ല, ഇത് പറയാതിരിക്കാൻ വയ്യാത്ത കൊണ്ട് തന്നെയാണ്. ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രം ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പ് പറഞ്ഞിരുന്നത് 300 മുതൽ 350ഓളം തിയേറ്ററുകളിലേക്ക് വരും എന്നുള്ളതാണ്. വമ്പൻ പ്രതീക്ഷയോടുകൂടി ആരാധകരടക്കം സാധാരണക്കാരടക്കം കാത്തിരിക്കുകയാണ്. കാരണം മമ്മൂട്ടിയാണ് ഇതിലെ നടൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ബാക്കി ഇന്ന് മലയാളത്തിലെ ഏത് നടനേക്കാളും കൂടുതൽ മമ്മൂട്ടി സിനിമകൾ നമുക്ക് കാണാൻ ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അതിൽ വ്യത്യസ്തതയുണ്ടാകും. സ്ഥിരം കണ്ട അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പല നടന്മാരുടെയും ആ ഒരു പെർഫോമൻസ് അല്ല മമ്മൂട്ടി സിനിമകൾ കാണുന്നത്. വ്യത്യസ്തത പുലർത്തുന്നതാണ്. മികച്ച സിനിമകളാണ്, മികച്ച കഥയായിരിക്കും, മികച്ച രീതിയിലുള്ള അഭിനയമായിരിക്കും, എല്ലാം കൊണ്ടും ആളുകൾക്ക് പുതുമ ലഭിക്കുന്നതാണ്. പക്ഷേ ഇവിടെ തിയേറ്ററിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്ററില്ല. ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ബസൂക്കയിലേക്കാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ 200 മുതൽ 250 താഴെയാണ്. 250 പോലും പറഞ്ഞിട്ടില്ല. അതായത് സാധാരണ ഇവിടെ വരുന്ന ഏത് നടനും കിട്ടുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു സൂപ്പർ താരമാണ്. മലയാളത്തിൽ കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും കൂടുതൽ വിജയം നേടിയ നായകനാണ്. ഏറ്റവും വിജയം നേടിയ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമ ചെയ്തിരിക്കുന്ന നടനാണ്. ഏറ്റവും മികച്ച നടനാണ്. അതായത് അദ്ദേഹത്തിന് ഇക്കുറിയും മികച്ച, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് മികച്ച നടനുള്ള നോമിനേഷൻ പട്ടികയിലാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡിൽ നിൽക്കുന്നതാണ്. അദ്ദേഹം കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യുന്നതും അത്ര ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ സമകാലീനനായ നടന് കഴിഞ്ഞ 5 വർഷത്തിൽ 1-1.5 സിനിമകളാണ് വിജയിക്കാനുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അത്രത്തോളം വിജയം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല? അത് ഒരിക്കലും ആരാധകരുടെ കുഴപ്പമോ അല്ലെങ്കിൽ കാണികളുടെ പ്രശ്നമോ അല്ല. ഇതിൻ്റെ ആ ഒരു തിയേറ്റർ പിടിക്കാൻ ആരാണോ അതിനകത്തിൽ വേണ്ടത്, പ്രൊഡക്ഷൻ ടീം, അതിനകത്തിൽ ആരാണ് ഡിസ്ട്രിബ്യൂട്ടർ, അത് ആരാണെന്ന് വെച്ചാൽ അവരാണ് ഇതിനകത്തിലേക്ക് എത്തേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന മോഹൻലാൽ സിനിമ വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലേക്കും എത്തുകയാണ്. 700ഓളം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ സിനിമയാണ്, നമുക്കറിയാം. അത് വലിയ മൾട്ടി സ്റ്റാർ സിനിമയൊക്കെയാണ്. ഒരുപാട് താരങ്ങളാണ്, ഈ വേൾഡ് സ്റ്റാർസ് എല്ലാം അണിനിരക്കുന്ന സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ മോഹൻലാൽ തന്നെയാണ്. അതുകൊണ്ട് മോഹൻലാൽ സിനിമ എന്ന് തന്നെ നമുക്ക് പറയുന്നത്. അദ്ദേഹമാണ് ആ സിനിമ മുഴുവനായി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മോഹൻലാൽ ഇല്ലെങ്കിൽ ആ സിനിമ ഒന്നും ആകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലെ നായകനായി മോഹൻലാൽ വരുമ്പോൾ അത്രത്തോളം തിയേറ്ററുകൾ കിട്ടുമെങ്കിൽ ഒരു മമ്മൂട്ടി സിനിമ ഇത്രയും ഹൈപ്പിൽ വന്നിട്ട് എന്തുകൊണ്ട് അണിയറ പ്രവർത്തകർക്ക് നല്ല ലെവലിൽ തിയേറ്റർ പിടിക്കാൻ കഴിയുന്നില്ല? ഇന്ന് പലരും ന്യായീകരിച്ച് പറയുന്നുണ്ട്, ബാക്കിയുള്ള സിനിമയ്ക്കും ഓടണ്ടേ, അല്ലെങ്കിൽ ബാക്കിയുള്ള നല്ല കുറേ സിനിമകൾ വരുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന, അങ്ങനെ കുറേ സിനിമകൾ വരുന്നുണ്ട്, അതിനെല്ലാം കൂടെ ഒരേ ദിവസം റിലീസ് വരുമ്പോൾ വരും. പക്ഷേ എന്തുകൊണ്ട് എമ്പുരാനോടൊപ്പം ആ സിനിമകളൊന്നും റിലീസ് ചെയ്യുന്നില്ല? ആ ഒരു ദിവസം മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഇതിലെ വലിയ പരാജയം നമുക്ക് മനസ്സിലാകുന്നത്. അണിയറ പ്രവർത്തകർ പോരാ, ഈ സിനിമയ്ക്ക് തിയേറ്റർ പിടിക്കാൻ കഴിവില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. ഇത്ര വലിയ ബഡ്ജറ്റിൽ 25 കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയ്ക്ക് തിയേറ്റർ പിടിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സിനിമ ഇറക്കുന്നത്? ഇവിടെ മമ്മൂട്ടി ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സിനിമ കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണക്കാർ മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല സിനിമയ്ക്ക് കളക്ഷൻ കുറവ്. എന്തിന് ഭീഷ്മപർവം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മലയാളത്തിൽ കഴിഞ്ഞ 5-8 വർഷം ഇറങ്ങിയതിനകത്തിൽ ഏറ്റവും നല്ല ലെവലിൽ ആളുകളെ തൃപ്തിപ്പെടുത്തിയ സാധാരണ സിനിമയായിരുന്നു ഭീഷ്മപർവം. ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ തിയേറ്ററുകളുടെ എണ്ണം പോലും വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ വന്ന കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ അത്രത്തോളം ഗംഭീരമായിട്ടും 225-250 താഴെ ഉള്ള തിയേറ്ററുകളിലാണ് വന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല? എന്താണെങ്കിലും നിങ്ങൾ
സാധാരണക്കാർ മാത്രമായിരിക്കില്ല, ഒരു പക്ഷേ അണിയറയിലും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും ചിന്തിക്കണം. പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും മമ്മൂട്ടി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, പക്ഷേ ഞങ്ങൾ കാണികളാണ് നിങ്ങൾക്ക് ഉള്ള ഇൻകം തരുന്നത്. അപ്പോൾ അതേപോലെ ആരാധകരാണ് ഇവിടെ ഓരോ സൂപ്പർ താരത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ ഒന്നും ഇല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഒരു പക്ഷേ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഇല്ലാണ്ടായി പോയി. കാരണം എത്ര നന്നായിട്ട് അഭിനയിച്ചാലും ആവില്ലായിരുന്നു. കാരണം ഈ ഫാൻസൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്മാരെ എല്ലാവരെയും നിലനിർത്തുന്നത്. കാരണം പണ്ട് പ്രേം നസീർ സാർ പറഞ്ഞ പോലെ കാണികൾ തന്നെയാണ് അവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് യാതൊരു മാറ്റവും ഇന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളതും ഇത്ര തന്നെയാണ്. തീർച്ചയായും ഇനിയെങ്കിലും ചിന്തിക്കുക. ഈ ഒരു നിമിഷം മുതൽ ഇനിയും ഒരു മാസമുണ്ട്. ഒന്നെങ്കിൽ സിനിമയുടെ റിലീസ് മാറ്റി വെച്ച് നല്ല ലെവലിലുള്ള തിയേറ്ററുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമകൾ ഇറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ട്രിപ്പിൾ എം എൻ പോലെയുള്ള ഒരു സിനിമ വരുമ്പോൾ അന്നും 200 തിയേറ്ററിലായിരിക്കുമോ? അതിനതിൽ ഇനി മോഹൻലാൽ ഉള്ളത് കൊണ്ടായിരിക്കുമോ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ലഭിക്കുമെങ്കിൽ ലഭിക്കാനുള്ളത് ചോദ്യമാണ് ഇത് വരുന്നത്. എന്തുകൊണ്ട് ആശീർവാദ് സിനിമാസ് ചെയ്യുന്ന പോലെ മികച്ച രീതിയിൽ തിയേറ്ററുകൾ പിടിക്കാൻ കഴിയുന്നില്ല? സിനിമ വിജയിക്കും പരാജയപ്പെടും, അത് ഓരോ സിനിമയുടെയും ഓരോ വിധിയുണ്ട്. എന്തുകൊണ്ട് സ്ഥിരമായിട്ട് മമ്മൂട്ടി സിനിമകൾ, അപ്പോൾ അവാർഡ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും ക്ലാസ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും തട്ടുപൊളിപ്പൻ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും തിയേറ്ററുകൾ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് തിയേറ്റർ ഉടമകൾക്ക് അതിനുള്ള ഒരു എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? കാരണം കോവിഡ് പോലെയുള്ള മഹാമാരി കാലത്ത് എടുത്തു പറയാനുള്ളത്, തിയേറ്ററുകാർ ഈച്ചയരിച്ച് കരഞ്ഞു കൂവിക്കൊണ്ട്, നമ്മളുടെയൊക്കെ മുമ്പിൽ തന്നെ കരഞ്ഞു കൂവിയ ഒരുപാട് തിയേറ്ററുകാരുണ്ട്. ഒരു പ്രൊജക്ടർ ഓടിക്കണം, AC ഓടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാശ് തികയില്ല, അല്ലെങ്കിൽ അതിന് പോലുമുള്ള കാശ് കിട്ടില്ല എന്നുള്ള സമയത്ത് ദൃശ്യം 2 പോലെയുള്ള സിനിമ ധൈര്യമില്ലാതെ OTTയിൽ ഇറക്കിയപ്പോൾ ധൈര്യത്തോടെ ഒരു സിനിമ മാത്രമാണ് അന്ന് മുന്നിൽ വന്നത്. അത് മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമയായിരുന്നു. അന്ന് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ധൈര്യത്തോടെ ആ സിനിമ ഇറക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസമായിരുന്നു, ഒരുപാട് തിയേറ്ററുകാർക്ക്. എന്നിട്ട് എന്തുകൊണ്ട് ഈ തിയേറ്ററുകാർ പോലും ഇത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നില്ല? ഇനി മറ്റൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം, റോഷാക്ക് എന്ന സിനിമയ്ക്ക് നല്ല ലെവലിൽ ആളുകൾ അടുത്ത ഷോയ്ക്ക്, അതായത് ഒരു ഷോ ഹൗസ്ഫുള്ളായി അടുത്ത ഷോയ്ക്ക് ഉള്ള പകുതി കൂടുതൽ ആളുകൾ നിൽക്കുമ്പോൾ തൊട്ട് അടുത്ത സ്ക്രീനിൽ 10 പേര് തികച്ചില്ലാത്ത ഒരു സിനിമയുണ്ടായിരുന്നു. നിങ്ങൾക്കത് നോക്കിയാൽ അറിയാം ഏത് സിനിമയാണ് ആ ടൈമിൽ വന്നിരുന്നത് എന്നുള്ളത്. ആ സിനിമ മാറ്റി വെക്കാതെ, അല്ലെങ്കിൽ അത്രയും ആളുകൾ നിന്നിട്ട് പോലും ആ ഒരു ഷോ തുടങ്ങാൻ കഴിയാത്ത ഒരു നടൻ മമ്മൂട്ടിയാണ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളാണ് എന്ന് തന്നെ പറയാം. അതിൽ ശരിക്കും അമർഷമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ അമർഷവും വിഷമവും എന്നല്ല, ഇത് അണിയറ പ്രവർത്തകരുണ്ടെങ്കിൽ, മമ്മൂട്ടി കമ്പനി കാണുന്നുണ്ടെങ്കിൽ, മമ്മൂക്ക കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഇത് ചിന്തിക്കണം. കാരണം ഇത് ഒരുപാട് പേർക്ക് ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാർക്കും ആരാധകർക്കും അവരെ വല്ലാത്ത ലെവലിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുകയാണ് ഈ സിനിമയ്ക്ക് ഇത്രത്തോളം തിയേറ്ററുകൾ ഉണ്ടാകും. അത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അങ്ങനെ തോന്നിയേക്കാം, നിങ്ങൾക്കത് മതി അല്ലെങ്കിൽ ഇതാകാം. പിന്നെ പലർക്കും ന്യായീകരിക്കണമെങ്കിൽ നമുക്കും ഇതിനകത്തിൽ ന്യായീകരിച്ച് പറയാം, കുറേ സിനിമകളുണ്ട് അതുകൊണ്ട് അവർക്കും തിയേറ്റർ കിട്ടട്ടെ, മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ വരുമ്പോൾ കുഴപ്പമില്ല. അതുമല്ലെങ്കിൽ 200 തിയേറ്ററുകളിൽ നിറഞ്ഞ ആളുകൾ കയറി കളക്ഷൻ നേടും. അതിനും ഉദാഹരണമൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ടർബോ പോലെയുള്ള സിനിമ 6.5 കോടിക്ക് മുകളിൽ ഇവിടെ നേടിയിട്ടുണ്ടെങ്കിൽ അത് 200, 250 തിയേറ്റർ, 250-ൽ താഴെയുള്ള തിയേറ്ററുകളിൽ ഓടിയിട്ട് തന്നെയാണ്. 500 തിയേറ്ററുകളൊന്നുമല്ല, അല്ലെങ്കിൽ 500 സ്ക്രീനുകളിൽ ഓടിയിട്ടല്ല. പക്ഷേ അതൊന്നുമല്ല, ഇത്ര നല്ല ലെവലിലുള്ള സിനിമ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി സിനിമകൾക്ക് സ്ക്രീനുകൾ ലഭിക്കേണ്ടതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണിയറ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും അത് മുന്നിൽ കാണാതെ പോകുന്ന ആളുകൾ എന്ന് തന്നെ പറയാം. ഇവിടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ പരസ്യം ചെയ്യാതെയും ആദ്യ ദിനം ആ സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പരസ്യവും അതേപോലെ തന്നെ തിയേറ്ററുകളും ഉണ്ടായിരുന്നെങ്കിൽ എന്തായേനെയും ആ സിനിമ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ്. ഇത് ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കാണികൾക്ക് അല്ലെങ്കിൽ സാധാരണ സിനിമ ന്യൂസോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ഇത് ഏതെങ്കിലും ഒരാളെങ്കിലും മമ്മൂട്ടി കമ്പനിയിലെയോ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് അടുത്ത മമ്മൂട്ടി പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വീഡിയോയാണ്. അത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. തീർച്ചയായും നമുക്ക് ഒരു കാര്യമുണ്ട്, കടുത്ത നിരാശയിലും ബസൂക്ക പ്രതീക്ഷ നൽകുമ്പോൾ അത് വല്ലാത്ത ഒരു വിഷമം തന്നെയാണ് ആരാധകർക്ക് ഉണ്ടാക്കുന്നത്. ഒപ്പം ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയുന്നു, മമ്മൂട്ടി മോഹൻലാലിനെ കണ്ട് പഠിക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. കാരണം നല്ല സിനിമകൾ ചെയ്താൽ പോരാ, അത് മാർക്കറ്റ് ചെയ്യുക, നല്ല ലെവലിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക, അതൊരു വലിയ ന്യൂനതയാണ്. അത് ചെയ്തില്ലെങ്കിൽ നല്ല
നല്ല സാധനങ്ങളിരുന്ന് പുറത്ത് ആരും അറിയാതെ പോകും. പിന്നീട് OTTയിൽ വരുമ്പോൾ കൈയടിക്കുന്ന കാണികളെക്കാൾ നല്ലത് അങ്ങനെ കാണുന്നവരെക്കാളും നല്ലത് നമ്മൾ താല്പര്യപ്പെടുന്നത് തിയേറ്ററുകളിൽ വന്ന് അത് ഗംഭീരമാക്കി സന്തോഷിച്ചു പോകുന്ന ഒരു പറ്റം ആളുകളെയാണ് കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കായി മീഡിയാസ്.